ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ PSC മെയിൻസിന് വേണ്ടിയിട്ട് 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്ന രീതിയിലാണ് ക്ലാസ്സസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ആൻസറായിട്ടും പഠിച്ച് വെക്കുക, തെറ്റിക്കാതെ നോക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നീറ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. സെക്കൻഡ്, വഞ്ചി ഭൂപതി എന്ന് അറിയപ്പെടുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ കേട്ടോ. തിരുവിതാംകൂർ രാജാക്കന്മാരാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു. ഓക്കെ, ദളവ അല്ലെങ്കിൽ ദിവാൻ. ഓക്കെ, ദളവ അല്ലെങ്കിൽ ദിവാൻ ട്ടാ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു. ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് കേട്ടോ. തിരുവിതാംകൂറിലാണ്, നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, തിരുവിതാംകൂറിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നായർ ബി ഗ്രേഡ് പട്ടാളം എവിടേതാണ്? തിരുവിതാംകൂറിലാണ് കേട്ടോ. എവിടുത്തേതാണ്? തിരുവിതാംകൂറിലത്തേതാണ് കേട്ടോ. ബി ഗ്രേഡ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ് ആണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ് കേട്ടോ. ഔദ്യോഗിക ചിഹ്നം വരുന്നത് ശംഖാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം മഞ്ചീഷ മംഗളം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചാട്ടവാരിയോലകൾ കേട്ടോ. ചാട്ടവാരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ മൺട്രോ കേട്ടോ. ആരാണ് എഴുതി തയ്യാറാക്കിയത് എന്നുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് കേണൽ മൺട്രോ ആണ് കേട്ടോ. ആരാണ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് തിരുവിതാംകൂറിൻ്റെ നെല്ലറ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നാഞ്ചിനാട് കേട്ടോ. നാഞ്ചിനാട്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730 കേട്ടോ. വർഷം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ് വീരകേരളവർമ്മ കേട്ടോ. വീരകേരളവർമ്മ. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി കേട്ടോ. ഓക്കെ, ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ. വേണാട് രാജാവായിരുന്നു വീരരവിവർമ്മ കേട്ടോ. വീരരവിവർമ്മ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 1742 മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി മാന്നാർ ഉടമ്പടി. ഏതാ ഉടമ്പടി? മാന്നാർ ഉടമ്പടി. നോട്ട് ചെയ്ത് വെക്കുക. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമ്മൾ മാർത്താണ്ഡവർമ്മേനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കരത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741 കേട്ടോ.
മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. കിളിമാനൂർ പിടിച്ചെടുത്ത വർഷമാണ് 1742 കേട്ടോ. തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആരാണ് ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. ഓക്കെ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തത് ഏത് യുദ്ധത്തിലാണ്? ഓടനാട് കേട്ടോ. 1746 പുറംകോട് യുദ്ധം. 1746 വർഷം വരുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏത്? വേണാട് ഉടമ്പടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണാട് ഉടമ്പടിയെ പറ്റിയിട്ട്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതാരാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ഓക്കെ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ കേട്ടോ. പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഓക്കെ. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ. എരുവയിൽ അച്യുത വാര്യർ. കൃഷ്ണൻ ശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവി? മാർത്താണ്ഡയായിരുന്നു. മാർത്താണ്ഡവർമ്മ ട്ടാ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ബഡ്ജറ്റ് കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ കൊണ്ടുവന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 കേട്ടോ. ഓക്കെ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയി. ഡിലനോയി. ഡിലനോയി ട്ടോ. തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശി ഡിലനോയി. ഡിലനോയി. ഓക്കെ. ഡിലനോയി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡിലനോയി ആണ് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡിലനോയി ആയിരുന്നു കേട്ടോ. ഡിലനോയി ആണ് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ അടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ കേട്ടോ. ഓക്കെ. ഡിലനോയിയുടെ കുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം വരുന്നത് 1729 തൊട്ട് 1758 വരെ കേട്ടോ. 1729 തൊട്ട് 1758. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേയും കുറച്ച് ക്വസ്റ്റ്യൻസ്. ഹോർത്തൂസ് മലബാറിക്കസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ.
അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അത് എഴുതുക. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ലാറ്റിൻ ഭാഷയിൽ ഏത് ഭാഷയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാറ്റിൻ ഭാഷ. കേരള രാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥം എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം 1678 തൊട്ട് 1703 കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ് കേട്ടോ. ആദ്യ വൃക്ഷം വരുന്നത് തെങ്ങാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളം ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരള സർവകലാശാലയാണ് കേട്ടോ. കേരള സർവകലാശാല. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് എന്തായിരുന്നു? തെങ്ങ്. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ അഡ്മിറൽ വാൻഡ്രീസ് കേട്ടോ. നെക്സ്റ്റ്, ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. KS മണിലാലാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ഗൗഡസാര ബ്രാഹ്മണർ ആരാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ് കേട്ടോ. ജോൺ മാത്യൂസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ സഞ്ചാരി ബാർബോസയാണ്. ബാർബോസ കേട്ടോ. ബാർബോസ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേണാട്ടിൽ പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെ നിരോധിച്ച ഭരണാധികാരി കോട്ടയം ഉണ്ണി കേരളവർമ്മ. 1696 കേട്ടോ വർഷം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ. അടുത്തത്, തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയായിരുന്നു കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യൻ ദളവ. പാളപ്പറ്റി 2 ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് മുളക്മടിശീല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടത് മുളക്മടിശീലക്കാർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. അപ്പോൾ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ, കായംകുളത്തെ. ഓക്കെ. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം നോട്ട് ചെയ്ത് വെക്കുക. ഗജേന്ദ്രമോക്ഷം. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. തിരുവിതാംകൂറിൽ. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം. കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര കേട്ടോ. വ്യാപാര തലസ്ഥാനം വരുന്നത് മാവേലിക്കരയാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3-നാണ്, ബുധനാഴ്ചയാണ്. 1750 ജനുവരി 3 ബുധനാഴ്ച. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജയാണ് കേട്ടോ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി ആണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണത് കേട്ടോ. തൃപ്പടിദാനം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് ആരംഭിച്ചത്. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഓക്കെ. ഇതിന് ചെറു ചടങ്ങ് ഭദ്രദീപമാണ്. വർഷത്തിൽ 2 തവണ കേട്ടോ. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750-ലാണ്. മുറജപം അവസാനമായി ആഘോഷിച്ചത് 2013-2014 കാലഘട്ടത്തിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മതിലകം ഗ്രന്ഥവരി ഏത് നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ കേട്ടോ. തിരുവിതാംകൂർ. മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതിലകം രേഖകൾ കേട്ടോ. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയെ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം. പൊന്മന, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. കേരളത്തിലെ അശോകൻ ചോദിക്കുമ്പോൾ വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയണം. ഇനി തിരുവിതാംകൂറിലെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? മാർത്താണ്ഡവർമ്മ കേട്ടോ. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അമോഘവർഷൻ. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത്. ഓക്കെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. പുതുക്കി പണിതതും ഇതും എന്താരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ഇനി നമുക്ക് പ്രധാന യുദ്ധങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി നോട്ട് ചെയ്തോളൂ നിങ്ങൾ കേട്ടോ. കൊടുങ്ങല്ലൂർ യുദ്ധം 1504, കോഴിക്കോട് യുദ്ധം 1510. കൊടുങ്ങല്ലൂർ കൊച്ചിയും കൊടുങ്ങല്ലൂരും മറ്റേ കോഴിക്കോട് പോർച്ചുഗീസും സാമൂതിരിയും കേട്ടോ, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. 1634 കണിയങ്കുളം യുദ്ധം, തിരുമല, നായ്ക്കൽ ആൻഡ് വേണാട് കേട്ടോ. അടുത്തത് വരുന്നത് കുളച്ചൽ യുദ്ധം 1741. ആരാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചും കേട്ടോ. ആരൊക്കെയാണെന്ന് ഓക്കെ. 1741 വർഷം നോട്ട് ചെയ്ത് വെക്കുക, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1746 പുറക്കാട് യുദ്ധം, മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂർ രാജ്യങ്ങൾ. ഓക്കെ, 1746 വർഷം വരുന്നത്. 1754 ആനന്ദേശ്വരം യുദ്ധം, കൊച്ചിയും തിരുവിതാംകൂറും കേട്ടോ. ഓക്കെ, ആനന്ദേശ്വര യുദ്ധം വർഷം നോട്ട് ചെയ്ത് വെക്കുക, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1778 കൊടുങ്ങല്ലൂർ യുദ്ധം, ഹൈദരാലിയും ഡച്ചും. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.